താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി KSRTC ഡിപ്പോയിൽ ഡ്രൈവേഴ്സ് ഡേ ആഘോഷിച്ചു. ജോയിന്റ് RTO ഷോയ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. യാത്രയിൽ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഡ്രൈവർ വിഭാഗം ജീവനക്കാരെ ആദരിക്കുവാനായിട്ട് ഈ 24/1/2024 നമ്മുടെ കോർപ്പറേഷൻ തീരുമാനമെടുത്തു. ഡ്രൈവേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്കറിയാം, ഒന്ന് കണ്ണ് ചിമ്മിയാൽ, ഒന്ന് കണ്ണടഞ്ഞ് ഉറക്കത്തിലേക്ക് വീണാൽ എന്താവും നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഒരു എത്ര ജീവിതമാണ് ആ ബസ്സിലുള്ളത് അല്ലേ? ബസ് മാത്രമല്ല, എല്ലാ വാഹനങ്ങളിലും അവരുടെ ഡ്രൈവേഴ്സിനെ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥനയോടെ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം തീരുമാനിച്ചത് വലിയൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. വർഷങ്ങളായിട്ട് KSRTC ബസ്സിലും മറ്റു വാഹനങ്ങളിലും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവരെ ഓരോരുത്തരെയും പ്രത്യേകം ഓർത്തുകൊണ്ട് ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. മനസ്സിൽ അത്രയേറെ കരുതലും സ്നേഹവും അവർ നമ്മുടെ ജീവനുകൾക്ക് നൽകുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം ധന്യമാക്കുവാൻ വേണ്ടിയിട്ട് അങ്കമാലി KSRTC പോലെ നമ്മളൊരു നല്ലൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ വേദിയിലേക്ക് ഒത്തിരി വിശിഷ്ട വ്യക്തികൾ നമുക്ക് വന്നിട്ടുണ്ട്. ക്ലസ്റ്റർ ഓഫീസർ റോയ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് 2023 ഏറ്റവും മികച്ച 3 ഡ്രൈവർമാരായ KA ഗിൽബർട്ട്, PA സുരേഷ്, MM ബിനു എന്നിവരെ ആദരിച്ചു. നമുക്ക് പൊതുവെ അറിയാം, KSRTC എന്ന് പറയുമ്പോൾ ഒത്തിരി സ്റ്റാഫുകളുണ്ട്. മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നത് ഡ്രൈവേഴ്സാണ്. ഡ്രൈവേഴ്സായിട്ടാണ് ഏറ്റവും ജനങ്ങൾ കൂടുതൽ. നല്ല പെരുമാറ്റം, ഏറ്റവും കൂടുതൽ വരുമാനം, ഏറ്റവും കൂടുതൽ ഹാജർ തുടങ്ങിയ മാനദണ്ഡങ്ങൾ കണക്കിലെടുത്താണ് അവാർഡിന് ഇവരെ തിരഞ്ഞെടുത്തത്. സൂപ്രണ്ട് ജാൻസി വർഗീസ്, വാർഡ് കൌൺസിലർ റീത്ത പോൾ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സിജു ജോസഫ്, ഡോക്ടർ സുനിൽ ജെ ഇളന്തട്ട്, റോട്ടറി ക്ലബ് സെക്രട്ടറി നാസർ, സ്റ്റേഷൻ മാസ്റ്റർ MP റോയ്, യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീമാൻ PA സുരേഷ്, ശ്രീമാൻ ബിനു MM, ഈ 3 ഡ്രൈവർമാരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഏതൊരു ജോലിക്കും അതിൻ്റെതായ ഒരു മഹത്വമുണ്ട്. ഡ്രൈവർമാരുടെ ജോലിയായാലും ഒരു ജോലിക്ക് ഡോക്ടർ എന്ന പോലെയും ഒരു കൺസ്ട്രക്ഷൻ സെന്ററിലെ എഞ്ചിനീയറുടെ ചുമതല എന്ന പോലെയും എല്ലാം നമ്മളുടെ ഈ വണ്ടിയിലുള്ള യാത്രക്കാർക്കും അത് വണ്ടി പോകുന്ന സ്ഥലങ്ങളിലെ റോഡുകളിലുള്ള യാത്രക്കാരുടെ എല്ലാം സുരക്ഷ മുൻനിർത്തി തന്നെയാണ് ഓരോ ഡ്രൈവർമാരും ആ വളയം പിടിക്കുന്നത്. അവർക്ക് നമ്മളുടെ വ്യക്തികളുടെ